ഈസി ആയിട്ടൊരു മസാല ദോശ റെസിപ്പി നോക്കിയാലോ? ഒരു വലുതും 3 ചെറുതുമായിട്ട് 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും എടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. എനിക്ക് അതിൻ്റെ ഒരു കളർ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ബീട്രൂട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ആഡ് ചെയ്യാം. അടുത്തതായിട്ട് വേണ്ടത് 2 വലിയ സവാള, ഇത്ര ഇഞ്ചി, 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇവിടെ ഞാനൊരു 6 മസാല ദോശയ്ക്കാണ് ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും വേവിച്ചെടുക്കാം. കുക്കറിൽ 3 വിസിലിനാണ്, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ ലോ ഫ്ലെയിമിലും ആയിട്ട് 3 വിസിലിനാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം തോല് പോക്കിയെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിൽ ചേഞ്ച് വരാം. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇവിടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ബീട്രൂട്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഉടയ്ക്കുന്നു. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഞാൻ അവിടെ കിടന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളകും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഉഴുന്ന് ചേർക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. കൂടെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ ഉള്ളിയുടെ കൂടെയാണ് ചേർക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കൂടെയാണ് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒന്ന് ബീട്രൂട്ട് ഇട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഒരുമിച്ചായി എന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയും എന്തെങ്കിലും കട്ടകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നന്നായിട്ട് കുത്തി ഉടച്ച് മഞ്ഞളും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് വെള്ളം, കാരണം ഉരുളക്കിഴങ്ങാണ്, അപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു കറക്റ്റ് പാകത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അധികം ലൂസായി പോവാതെ എന്നാൽ ഭയങ്കര ടൈറ്റായി പോവാത്തൊരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മല്ലിയില. കുറച്ച് തോനെ മല്ലിയില ഇടുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് വെള്ളമൊക്കെ ആവശ്യമാണെങ്കിൽ ഇനിയും ആഡൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഞാനിതിവിടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. കല്ലൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇത്രയും ചൂട് ആവശ്യമില്ല. ഈ ഒരു കല്ലാവുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പോലെയല്ലല്ലോ, ഭയങ്കര ചൂടാവില്ലേ. അപ്പം ദോശ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അവിടെ പറ്റി പിടിക്കും. അപ്പം നമുക്ക് ഇതിനൊക്കെ നേർമയായിട്ടുള്ള ദോശയല്ലേ വേണ്ടത്. അതുകൊണ്ട് നനച്ച് ഒന്ന് ചൂട് കൺട്രോൾ. അതുപോലെ തന്നെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ നല്ല നേർമയായിട്ട് ദോശ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ
ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് മാവ് ഒഴിച്ചൊഴിച്ച് അതിനൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഇനി നമുക്ക് ആ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് വടിച്ച് പരത്തി നിരപ്പാക്കി എടുക്കാം. വളരെ നേർമയായാലും മാത്രമേ ഈ ഒരു ദോശയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര നേർമയായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ദോശേനേക്കാളും ഓയിൽ ഇതിന് ഒഴിക്കുന്നത്. ഇനി നമുക്കതൊന്ന് മൊരിഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ ഒരു മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾ നെയ്യാണ് എടുക്കുന്നത് വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമ്മളിത് ഈ ഫോൾഡ് ചെയ്യുമ്പം അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല അത് എത്രത്തോളം ക്രിസ്പിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.